പൊന്നാനി കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന കഥാരാഘവീയം രാമായണ പ്രഭാഷണ പരമ്പര സമാപിച്ചു. ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 16 വരെ നടന്ന പ്രഭാഷണ പരമ്പരയിൽ ദൂരദർശന പ്രചാരക ഷീബ ടീച്ചർ, യുവകവിയും അധ്യാപകനുമായ NS സുമേഷ് കൃഷ്ണൻ, കവിയും കോളമിസ്റ്റുമായ രാമോഹൻ പാലിയത്ത്, കാലടി സർവകലാശാലയിലെ മുൻ വൈസ് ചാൻസലർ KK ഗീതാകുമാരി, മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ, കഥകളി നടൻ പീശപ്പള്ളി രാജീവ് തുടങ്ങിയവർ പ്രഭാഷണങ്ങൾ നടത്തി. KP നൌഷാദ് അലി MLA പ്രഭാഷണത്തോടെ പരിപാടി സമാപിച്ചു. എഴുത്തച്ഛൻ ഒരു ധീരനായ വിപ്ലവകാരിയായ ഒരു പണ്ഡിതനായിരുന്നു, ഒരു സാഹിത്യ പ്രതിഭയുടെ ഒരു മൂർത്തിമത് ഭാവമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക രാമായണമാണ് കേരളക്കരയിൽ ഇതിന് വലിയൊരു പ്രചുര പ്രചാരമുണ്ടാക്കിയത്, രാമായണത്തെ ജനകീയമാക്കിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഈ രാമായണത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സമ്പൂർണമായ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു രാഷ്ട്രീയ മഗ്നകർത്തയോ ഒരു ഭരണഘടനയാണ് രാമായണം എന്ന് വിലയിരുത്തുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് ഒരു രാഷ്ട്രീയം, ഒരു ഭരണ നിർവഹണം, ഒരു സുജനമര്യാദ, സഹിഷ്ണുത, സമഭാവന, സഹവർത്തിത്വം, സാഹോദര്യം, വ്യക്തിത്വം, അസ്തിത്വം, അന്തസ്സ്, ആഭിജാത്യം, തനിമ, ഗരിമ, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യനെ മാറ്റുമുട്ടുന്ന വ്യക്തിഗതമായും പൊതു ഇടങ്ങളിലും അവൻ അനുവർത്തിക്കേണ്ട C. ഹരിദാസ്, മോഹനൻ C, രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു.